കോക്രോച്ച് ജനതാ പാർട്ടി, അതെ, കൂറകളുടെ പാർട്ടി. ഇത് എന്തൊട്ട് പാർട്ടിയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതെ, നമ്മുടെ മലയാളികളെ നിങ്ങൾ കടന്നു വരൂ. ദിസ് വീഡിയോ ഈസ് ഓൺലി ഡെഡിക്കേറ്റഡ് ടു മലയാളി കൂറാസ്, മല്ലു കൂറാസ്. അപ്പം ഈ പാർട്ടിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 2 ദിവസം മുമ്പ് ഉടലെടുത്തിട്ടുള്ള ഒരു പ്രത്യേകതരം പാർട്ടിയാണ്. നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന, ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ കൂറകളായിട്ടും പാരസൈറ്റ്സ് ആയിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം യുവാക്കളെ അങ്ങനെ അങ്ങോട്ട് ഉമ്പിച്ചു പോയാൽ എങ്ങനെ ശരിയാവുക എന്നുള്ളതായിരുന്നു ഈ രാജ്യത്തെ മറ്റ് ജോലിയില്ലാത്ത ജനങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള അഭിജിത്ത് ദീപ്ഖെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് പുള്ളി ഒരു പുതിയ പാർട്ടി അങ്ങ് ഉണ്ടാക്കി. അതായത് ഇവരുടെ ഐഡിയോളജി വളരെ രസകരമായിട്ടുള്ളതാണ്. 5 കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ കുറെ ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ചിട്ട് ശേഷം രാജ്യസഭ MP-മാരായിട്ട് വരാറുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് വരാറ്. അത് കുറേ കാലം ഗവൺമെന്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ട് തിന്നും കുടിച്ചും ജീവിച്ചില്ല. ഇനി നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരുന്നാൽ മതി, ഇപ്പം വരുന്ന പരിപാടിക്ക് വരരുത്. അതായത് രാജ്യസഭ MP സീറ്റുകളിലോട്ട് ഇത്തരത്തിലുള്ള ചീഫ് ജസ്റ്റിസുമാർ വരരുത് എന്നുള്ളതാണ് ആദ്യത്തെ മാനിഫെസ്റ്റോ. ഇനി ഇതിന്റെ രണ്ടാമത്തെ മാനിഫെസ്റ്റോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ വോട്ട് വെട്ടുക, വോട്ട് ചേർത്തുക, ഈ 2 പരിപാടിയും ചെയ്യുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മേലെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തിയിട്ട് അവന്മാരുടെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാനിഫെസ്റ്റോ. ഇനി മൂന്നാമത്തെ മാനിഫെസ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് 55% സംവരണം കൊടുക്കുക. അത് ലിമിറ്റേഷനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് പാർലമെന്റിലെ സീറ്റൊന്നും കൂട്ടേണ്ട. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം 55% എന്നുള്ളതാണ് മൂന്നാമത്തെ മാനിഫെസ്റ്റോ ആയിട്ട് പറയുന്നത്. ഇനി നാലാമത്തെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യം മാധ്യമ സ്വാതന്ത്ര്യം ആണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ, അതായത് നമ്മുടെ അംബാനി അദാനിയുടെ കീഴിലാണ് രാജ്യത്തെ 90% മാധ്യമങ്ങളും. അപ്പോൾ ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾക്ക് മാധ്യമങ്ങളെ വിൽക്കാണ്ട് സ്വതന്ത്ര മാധ്യമ ചാനലുകളും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും വരട്ടെ എന്നുള്ളതാണ് നാലാമത്തെ മാനിഫെസ്റ്റോ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 5ാമത്തെ മാനിഫെസ്റ്റോ, അതായത് കൂറുമാറ്റ നിരോധനം. ഇപ്പം നമ്മുടെ 2020 പാർട്ടിയിൽ നിന്ന് കുറേ പേര് BJP-യിലോട്ട് ചാടി നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ആം ആദ്മി പാർട്ടിയിലെ രാജീവ് ചന്ദനെ പോലത്തെ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് BJP-യിലോട്ട് ചാടി തരാം. ഇങ്ങനെ പല പാർട്ടികളിൽ നിന്നും പലരും ചാടിയിട്ടുണ്ട്. അപ്പം ഇമ്മാതിരി ചാട്ടങ്ങൾ ചാടിയിട്ടും വരെ 20 വർഷത്തേക്ക് ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാണ്ടിരിക്കുക. അതായത് 20 വർഷത്തേക്ക് ചാട്ടം ചാടിയന്മാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് 5ാമത്തെ മാനിഫെസ്റ്റോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം, എല്ലാം കുറുക്കി കൊള്ളുന്ന പോലെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പെരുങ്കള്ളന്മാർക്ക് കൊള്ളുന്ന പോലത്തെ പോയിന്റുകളാണ്. വളരെ നല്ല കാര്യമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇതിനില്ല. ഏതാണെങ്കിലും ഇതിന് എല്ലാവിധ ആശംസകളും നമ്മളും കൊടുക്കുകയാണ്. നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ YouTube ചാനലിൽ ഇട്ടിട്ടുണ്ട്. പോയിട്ട് കണ്ടോളൂ.